ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സംടൈം സിംപ്ലി കുക്കിംഗ്. ഇന്ന് നമ്മളൊരു പക്കവടയാണ് ഉണ്ടാക്കുന്നത്. അതും ചീര വെച്ചിട്ടാണ് ഈ പക്കവട ഉണ്ടാക്കുന്നത്. ഇലക്കറികളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് എങ്ങനെ ഇലക്കറികൾ നമുക്ക് കഴിപ്പിക്കാമെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ എന്തായാലും നല്ല നാടൻ ചീര വെച്ചിട്ടുള്ള ഈ പക്കവട റെസിപ്പി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. കുറച്ച് ചീര എടുത്തിട്ട് ഞാനിവിടെ തോരനൊക്കെ നമ്മൾ അരിയില്ലേ ആ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തണ്ട് എടുത്തിട്ടില്ല, അതിൻ്റെ ഇല മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒരു സവാള, ഒരു മീഡിയം സൈസുള്ള സവാളയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒരു കുഞ്ഞു പച്ചമുളകും, അധികം എരിവില്ലാത്ത പച്ചമുളക്, കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അധികം എരിവ് വേണ്ടല്ലോ, അപ്പോൾ ഒരു കുഞ്ഞു പച്ചമുളകുമാണ് എടുത്തേക്കുന്നത്. അത് മൂന്നും നമ്മുടെ ചീരയിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ കടലമാവാണ്. നമുക്ക് ചീരയുടെ ഇലയുടെ അളവിനനുസരിച്ച് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ചേർത്താൽ നല്ല ക്രിസ്പി ആയിരിക്കും നമ്മുടെ പക്കവട. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എരിവില്ല മുളക് പൊടി ആയതുകൊണ്ടാണ് ഇത്ര കുറച്ചെടുത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പിരിയാനാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ കായം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കായൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പക്കവടക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ കുട്ടികളൊക്കെ ഇലക്കറികൾ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കില്ലേ, അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ അവരെ കഴിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ. എണ്ണയിൽ വറുത്തെടുക്കുന്നത് അത്ര ഹെൽത്തി അല്ല, എന്നാലും കുട്ടികളെ കഴിപ്പിക്കാൻ ഈ രീതിയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടെ ഒഴിച്ചിട്ട് ചിലപ്പോൾ ചില ഇലകളിലൊക്കെ വെള്ളം നല്ലോണം ഇറങ്ങി വരും. അപ്പോൾ ഇറങ്ങി വരുന്ന ഇലകളാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കടലമാവ് കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് പക്കവടയാകുമ്പോൾ നമുക്കതിങ്ങനെ കോരി എണ്ണയിലോട്ട് ഇടുമ്പോൾ അതിനൊരു തിക്നെസ് വേണ്ടേ. ആ ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവ് കൂടെ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഏകദേശം എല്ലാം കൂടെ ഒരു 6 ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർത്തേക്കുന്നത്. ഇതെല്ലാം കൂട്ടി നല്ലതുപോലെ ഇതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇതുപോലെയാണ് കിട്ടിയേക്കുന്നത്. ഇതൊരു സ്പൂണ് വെച്ചിട്ട് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ സ്പൂണിൽ നിന്ന് വിട്ട് വരണം. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഇതുപോലെ വിട്ട് വരണം, അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അപ്പം നമുക്ക് എണ്ണയിലോട്ട് ഇതുപോലെ കോരിയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഏതാണോ അത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മാവ് ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് കോരിയിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ സ്പൂൺ വെച്ച് കോരി ഇതുപോലെ എണ്ണയിലോട്ട് ഇടുമ്പം തന്നെ അത് നല്ലോണം മുരിഞ്ഞു വരും കേട്ടോ, നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പം 2 സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് വറുത്ത് കോരാം. മിക്കവാറും എല്ലാ വീട്ടിലും തന്നെ ചീര ഉണ്ടാവും. ചീര കൃഷി ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. സ്ഥലമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഗ്രോ ബാഗിലാണെങ്കിലും 2 ചീരത്തൈ നട്ടിട്ടുണ്ടാവും. അപ്പോൾ ചീരയ്ക്ക് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ട്. ചീരയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ചീരയിൽ ജീവകം എ, സി, കെ, ഇരുമ്പ്, അയൺ എന്നിവ അടങ്ങിയിട്ടുണ്ട്. അയൺ അടങ്ങിയത് കൊണ്ട് തന്നെ വിളർച്ച കുറയ്ക്കുന്നു, ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു, എല്ലുകളുടെ ബലം കൂട്ടുന്നു, രക്തക്കുറവ് കുറയ്ക്കുന്നു. പിന്നെ നമ്മുടെ കൃത്യമായ ദഹനത്തിനും ചീര ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചീരയ്ക്ക് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ചീര കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പം നമ്മൾ ഈ രീതിയിലൊക്കെ ചീര ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യും. നമുക്ക് എന്ന് പറയുന്ന ഒരു സ്നാക്സ് ആയിട്ട് വൈകുന്നേരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. ഞാനിവിടെ 2-3 തവണയായിട്ട് ഇതൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ചീരയുടെ തണ്ട് ഞാനിവിടെ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീരയുടെ തണ്ട് കൂടെ ഉപയോഗിക്കാം. പിന്നെ ചീര മാത്രമല്ല, എല്ലാ ഇലവർഗ്ഗങ്ങൾ വെച്ചിട്ടും ഇതുപോലെ ചെയ്യാം. അപ്പം നമുക്ക് കുട്ടികൾ കഴിക്കാത്ത ഏത് ഇലയാണോ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഹോം മെയ്ഡ് ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ് ഞാൻ സെർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് സോസൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നോക്കിക്കേ, ഇത് നല്ല ക്രിസ്പിയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നല്ല ക്രിസ്പിയുമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇന്നത്തെ ഈ ചീര വെച്ചിട്ടുള്ള പക്കവട ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്, നോക്കിക്കേ.
പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും വേണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. എന്തായാലും കുട്ടികൾക്കൊക്കെ ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ മറക്കരുത്.